ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണിപ്ലാന്റ് ചെടി വെച്ചിട്ട് 4 ഐഡിയകളാണ്. ഒന്നാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനാണ്. ഞാനൊരു ചെറിയ ക്യാനാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ ക്യാൻ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി നമുക്ക് മണിപ്ലാന്റ് എടുത്ത് അതിനെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ വലിയ ലീഫുള്ള സാധാ മണി പ്ലാന്റ് ആണ് ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ വെറൈറ്റി മണി പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകളാക്കി എടുക്കാം. ഇതുപോലെ കുറച്ച് ഏറെ കട്ടിങ്ങുകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാനിൻ്റെ ഹോൾസിൽ കൂടി അതൊന്ന് കുത്തി റെഡിയാക്കി കൊടുക്കണം. ഇതുപോലെ ഓരോ തണ്ടും എടുത്ത് ഇതിൻ്റെ ഇടയിലോട്ട് ഇതുപോലെ കുത്തിക്കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മുഴുവനും കുത്തിയ ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ 2 സൈഡിലും ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് 2 സൈഡിലും ത്രെഡ് വെച്ച് കെട്ടി റെഡിയാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. കമൻ്റായിട്ട് ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമെങ്കിലും ഇടണേ. ഇതുപോലെ നമുക്ക് പോട്ടിംഗ് മിക്സ് ഇതിൻ്റെ ഉള്ളിലോട്ട് നിറച്ച് കൊടുക്കാവേ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരുമ്പോൾ താഴോട്ട് ഇതുപോലെ വളർന്നു വരുവേ. കാണാൻ നല്ല ഭംഗിയായിരിക്കും. താഴോട്ട് വള്ളി വീശി വളരുമ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഹോൾസ് കുറച്ചുകൂടെ വലുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ 2-3 തണ്ട് ഒരുമിച്ച് കുത്താൻ പറ്റുവേ. വലിയ ക്യാൻ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇനി രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ നീളത്തിൽ ഉള്ള മണിപ്ലാന്റിൻ്റെ കമ്പുകളാണ്. അതിനെ ഇതുപോലെ റൗണ്ടാക്കി ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയയാണ്. അതിനായിട്ട് നീളത്തിലുള്ള ഒരു മണിപ്ലാന്റിൻ്റെ കമ്പ് വേണേ എടുക്കാൻ. ഇതുപോലെ എന്നിട്ട് റൗണ്ടായിട്ട് ചുറ്റിക്കൊടുക്കുക. ഇതിനെ നമ്മൾ വെള്ളത്തിലാണ് വെക്കാൻ പോകുന്നത്. അതിൻ്റെ അടിഭാഗത്തെ ലീഫ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ മണിപ്ലാന്റ് ഐഡിയകളാണ്. ഈ ഐഡിയ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരണേ. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മണിപ്ലാന്റിൻ്റെ ആ റൗണ്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് റെഡിയാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കല്ല് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സാധാ ഒരു കല്ലാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം നിറയ്ക്കാം. നല്ല ഭംഗിയുണ്ട് ഇതുപോലെ വെച്ചപ്പോൾ കാണാനേ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മണിപ്ലാന്റ് ഐഡിയ ആണ് ഇത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കമ്പിയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒരു തൂണ് പോലെ മണ്ണിലോട്ട് കുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ കമ്പിയുടെ പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിലോട്ട് ഒന്ന് യോജിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. ഈ നൂൽക്കമ്പി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കെട്ടി റെഡിയാക്കി എടുക്കാം. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് മണിപ്ലാന്റിന് ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നൂൽക്കമ്പി ഇട്ട ശേഷം ഇതൊന്ന് നമുക്ക് ടൈറ്റിൽ കെട്ടിക്കൊടുത്ത് റെഡിയാക്കി എടുക്കണേ. ഇനി നമുക്ക് ഒരു മണിപ്ലാന്റിൻ്റെ ചെടിയെടുത്ത് അതൊന്ന് കുത്തി റെഡിയാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. തണ്ട് ലേശം ഒന്ന് പൊക്കി കൊടുത്ത ശേഷം ഇതൊന്ന് നമുക്ക് അതിൻ്റെ ഇടയിലോട്ട് ഒന്ന് കുത്തി വയ്ക്കാം. നല്ല ഭംഗിയായിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് തോന്നിയത്. ഇനി നമുക്ക് നാലാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് കുറച്ച് ഏറെ മണിപ്ലാന്റിൻ്റെ തണ്ടുകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഓസിൻ്റെ കഷ്ണമാണ്. ഈ ഓസിൻ്റെ വലുപ്പത്തിൽ കുറയാത്ത അളവിൽ തണ്ടുകൾ കട്ട് ചെയ്ത് എടുക്കാം.
ഇതുപോലെ അളന്ന ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഏത് സൈസിലുള്ള മണി പ്ലാന്റ് ആണ് ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. മണി പ്ലാന്റ് തന്നെ പല വെറൈറ്റി മണി പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ നാടൻ മണി പ്ലാന്റുകളാണ്. നല്ല വെറൈറ്റി മണി പ്ലാന്റുകളുണ്ട്. ഗോൾഡൻ പോത്തോസ്, അതുപോലെ തന്നെ ഈ ലീഫിൽ ഒരു വൈറ്റ് കളർ വരുന്ന പോത്തോസ്, അങ്ങനെ പല ടൈപ്പ് മണി പ്ലാന്റുകളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഏതാണ് ഉള്ളതെന്ന് പറയണേ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തെ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഓരോന്നും നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഐഡിയകളാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇതിൽ ഏത് ഐഡിയയാണ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടതെന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണേ. ഇത് മുഴുവനായിട്ടും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓസിലോട്ട് ഇതെല്ലാം ഒന്ന് ചുറ്റി കൊടുക്കണം. ഈ ഓസ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ അളന്നെടുത്തത്. ഇനി നമുക്ക് ഈ തണ്ട് ഇതുപോലെ ഇതിന് ചുറ്റും വെച്ച് ഒരു ത്രെഡ് വെച്ച് ഒന്ന് കെട്ടി റെഡിയാക്കി എടുക്കാം. ചെടിയൊക്കെ വെള്ളത്തിൽ വെച്ച് ചെയ്യുമ്പോൾ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റുവേ. നിങ്ങൾ മണി പ്ലാന്റ് വെള്ളത്തിൽ വെക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ത്രെഡ് വെച്ച് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇത് ഞാൻ മുകൾ ഭാഗം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. നമ്മൾ ലക്കി ബാമ്പു ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാറുണ്ട്. ആ രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ലീഫ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് വലിയ ലീഫ് ആയതുകൊണ്ട് തന്നെ വലിയ ഭംഗി തോന്നുന്നില്ല. അപ്പോൾ ഇതിനെ വെള്ളത്തിൽ വെക്കുമ്പോൾ ചെറിയ ചെറിയ ലീഫ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. ഇത് നീളത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ഈ മണി പ്ലാന്റിൻ്റെ തണ്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് കല്ലുകൂടി ഇട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാം. കല്ലിടുമ്പോൾ അത് നേരെ നിന്നോളും. ഇത് ഞാനിപ്പോൾ സാധാ കല്ലാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെറൈറ്റി കളറുള്ള കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കുവേ. വൈറ്റ് കല്ലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഇതുപോലെ ഞാൻ വെള്ളം നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലീഫ് കിളുക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കാണാൻ സാധിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോകളുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.